ഈ പ്രപഞ്ചം നമ്മൾ കരുതുന്നതിലും വിചിത്രമാണോ? നമ്മൾ കാണുന്നത് മാത്രമാണോ റിയാലിറ്റി? നമ്മൾ കാണാത്ത പാരലലായ മറ്റൊരു റിയാലിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലോ? ക്വാണ്ടം വേൾഡ്, ക്വാണ്ടം റെലം, പാരലൽ റിയാലിറ്റി, മൾട്ടി യൂണിവേഴ്സ്, സൈഫൈ മൂവികളിൽ നമ്മൾ സ്ഥിരം കേൾക്കാറുള്ള വാക്കുകളിൽ ചിലതാണിവ. ഇവയൊക്കെ ഫിസിക്സുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഈ ഫിക്ഷനുകൾക്കൊക്കെ എന്തെങ്കിലും ശാസ്ത്രീയ അടിസ്ഥാനമുണ്ടോ? ക്വാണ്ടം വേൾഡിൽ എങ്ങനെയാണ് കാര്യങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? നമുക്ക് നോക്കാം. ഈ ക്യൂബ് ഞാൻ മുകളിലേക്ക് എറിഞ്ഞാൽ ഇത് എൻ്റെ കയ്യിൽ തന്നെ വരുമെന്ന് എനിക്കറിയാം. കാരണം ഇതുപോലെയുള്ള സംഭവങ്ങൾ നാം നിരന്തരം കാണുന്നതാണ്. ജീവിതകാലം മുഴുവൻ ഇതുപോലെയുള്ള സംഭവങ്ങളുടെ ഫിസിക്സ് നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ. ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ്, ഈ ക്യൂബ് ഒരു നിശ്ചിത വെലോസിറ്റിയിൽ നിശ്ചിത എലിവേഷനിൽ എറിയുകയാണെങ്കിൽ ഇത് എത്ര ദൂരം സഞ്ചരിക്കും? നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ ഒരു ആറ്റത്തിൻ്റെ ഫിസിക്സിനെ പറ്റിയാണ് ചോദ്യമെങ്കിലോ? എങ്ങനെയാണ് ഇലക്ട്രോൺ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നത് എന്നാണ് ചോദ്യമെങ്കിലോ? നമ്മൾ നിരന്തരം കാണുന്ന, നിരന്തരം അനുഭവിക്കുന്ന ഫിസിക്സിൻ്റെ വെളിച്ചത്തിൽ അതിനുത്തരം നൽകാൻ പറ്റുമോ? പറ്റില്ല. കാരണം നമ്മൾ നിരന്തരം കാണുന്ന നമ്മുടെ ചുറ്റുപാടിൻ്റെ ഫിസിക്സും ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ കറങ്ങുന്നതിലെ ഫിസിക്സും രണ്ടാണ് എന്നതുകൊണ്ട് തന്നെ നമ്മൾ ചുറ്റും കാണുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന ലോകം ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ നിയമങ്ങൾ അനുസരിച്ചാണ് പെരുമാറുന്നത്. പക്ഷേ ആറ്റം പോലെയുള്ള ഒരു മൈക്രോസ്കോപ്പിക് സിസ്റ്റം ക്വാണ്ടം മെക്കാനിക്സിൻ്റെ നിയമങ്ങൾ അനുസരിച്ചാണ് പെരുമാറുന്നത്. ഈ ക്വാണ്ടം വേൾഡ് ഒരു വിചിത്രമായ സ്ഥലമാണ്. അതിൻ്റെ സ്ട്രേഞ്ച്നെസ് മനസ്സിലാക്കാനാണ് ഷ്രോഡിഞ്ചർ ഈ തോട്ട് എക്സ്പെരിമെൻ്റ് അവതരിപ്പിച്ചത്, ഷ്രോഡിഞ്ചേഴ്സ് ക്യാറ്റ്. അതിനു മുമ്പൊരു കാര്യം, ഒരു സിസ്റ്റം ക്വാണ്ടം ബിഹേവിയർ കാണിക്കുന്നത് അത് അത്രത്തോളം ചെറിയ സ്കെയിലായിരിക്കുമ്പോഴാണെന്ന് പറഞ്ഞുവല്ലോ. ഒരു സിസ്റ്റത്തിൽ ഒരു പാർട്ടിക്കിളിന് കുറേ പൊസിഷനുകളിൽ ഇരിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുക. പാർട്ടിക്കിളിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതിന് മുൻപ് വരെ അതിന് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന എല്ലാ പൊസിഷനിലും അത് ഒരേ സമയം ഇരിക്കുന്നു എന്നാണ് ക്വാണ്ടം തിയറി പറയുന്നത്. അതായത് ഈ പാർട്ടിക്കിളിന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പൊസിഷനുകളുടെയും ഒരു സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റിലാണ് സിസ്റ്റം അപ്പോൾ ഉണ്ടാവുന്നത് എന്ന് പറയാം. സൂപ്പർ പൊസിഷൻ എന്താണ്? സൂപ്പർ പൊസിഷൻ, ഉദാഹരണത്തിന് ഈ കോയിൻ ഞാൻ ടോസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് രണ്ട് പോസിബിലിറ്റീസാണ്, ഹെഡ് വീഴാം അല്ലെങ്കിൽ ടെയിൽ വീഴാം. പക്ഷേ ഈ കോയിൻ എയറിൽ നിൽക്കുന്ന സമയത്ത് ഇത് ഹെഡാണോ ടെയിലാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? അപ്പോൾ അത് ഹെഡിൻ്റെയും ടെയിലിൻ്റെയും ഒരു സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റിലാണെന്ന് പറയാം. എപ്പോഴാണോ ഞാൻ ഇതിനെ ഒബ്സർവ് ചെയ്യുന്നത് അപ്പോൾ മാത്രമേ ഇത് ഹെഡോ ടെയിലോ ആവുന്നുള്ളൂ. നമ്മുടെ സിസ്റ്റത്തെ ഒബ്സർവ് ചെയ്യുമ്പോഴും പാർട്ടിക്കിൾ ഇതേപോലെ സൂപ്പർ പൊസിഷൻ നഷ്ടപ്പെട്ട് ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിലേക്ക് ഒതുങ്ങുന്നു. ആ സ്റ്റേറ്റാണ് നമ്മുടെ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ഒബ്സർവ് ചെയ്യുന്നത്. വിചിത്രമായി തോന്നുന്നുണ്ടാവും അല്ലേ? അതെ, വളരെ വിചിത്രമാണ്. നമുക്ക് മാത്രമല്ല, ആദ്യമായി ക്വാണ്ടം മെക്കാനിക്സ് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ആ കാലഘട്ടത്തിലെ പല ശാസ്ത്രജ്ഞർക്കും ഇത് വിചിത്രമായി തന്നെയാണ് തോന്നിയത്. ആ കാലത്തെ വളരെ ജനകീയനായിരുന്ന റിച്ചർഡ് ഫെയ്മൻ എന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞത്, ഐ തിങ്ക് ഐ ക്യാൻ സേഫ്ലി സേ നോബഡി അണ്ടർസ്റ്റാൻഡ്സ് ക്വാണ്ടം മെക്കാനിക്സ്, ഓൾ ദാറ്റ് വി നോ ഇറ്റ് വർക്ക്സ് എന്നാണ്. ആർക്കും ക്വാണ്ടം മെക്കാനിക്സ് മനസ്സിലാവില്ല. അദ്ദേഹം വളരെ കോൺഫിഡൻ്റായി പറഞ്ഞത് അതാണ്. ആകെ നമുക്കറിയാവുന്നത് ഇത് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് മാത്രമാണ്. വളരെ മൈക്രോസ്കോപ്പിക്കായ നാനോ സ്കെയിലിലുള്ള സിസ്റ്റംസാണ് ക്വാണ്ടം ബിഹേവിയർ കാണിക്കുന്നതെന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഈ ബിഹേവിയർ ഫിസിക്കലി റിയലൈസബിൾ ആക്കാനാണ് ഷ്രോഡിഞ്ചർ തൻ്റെ ഷ്രോഡിഞ്ചർ ക്യാറ്റ് എക്സ്പെരിമെൻ്റ് അവതരിപ്പിക്കുന്നത്. ഒരു പൂച്ചയെ കവർ ചെയ്യപ്പെട്ട ഒരു ബോക്സിൽ അടച്ചിരിക്കുന്നു. ബോക്സിൽ ഒരു റേഡിയോ ആക്റ്റീവ് സാമ്പിൾ വെച്ചിരിക്കുന്നു. ഒരു ഗിഗർ കൗണ്ടറും അതിനോട് കണക്റ്റ് ചെയ്ത് ഒരു ഹാമറും അതിന് താഴെ ഒരു വിഷം നിറച്ച കുപ്പിയും വെച്ചിരിക്കുന്നു. ഈ ഗിഗർ കൗണ്ടർ എന്ന് പറയുന്നത് റേഡിയേഷനെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഒരു ഉപകരണമാണ്. ആ സാമ്പിൾ ഡീകേ ചെയ്യാനുള്ള സാധ്യത 50% എന്ന് കരുതുക. സാധ്യത, പ്രോബബിലിറ്റി, ആ ടേം ശ്രദ്ധിക്കണം. ക്വാണ്ടം മെക്കാനിക്സിൽ അതിന് വളരെ പ്രാധാന്യമുണ്ട്. മുമ്പ് പറഞ്ഞ കോയിൻ ടോസ് ചെയ്യുന്ന ഉദാഹരണം എടുത്താൽ ഹെഡ് വീഴാനും ടെയിൽ വീഴാനുമുള്ള സാധ്യത 50% എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെ. ഒരു സാമ്പിളിന് പകരം 100 റേഡിയോ ആക്റ്റീവ് സാമ്പിൾ ഉണ്ട് എന്ന് കരുതുക. 50% പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ 50 സാമ്പിൾ ഡീകേ ചെയ്യും, 50 സാമ്പിൾ ഡീകേ ചെയ്യില്ല. അപ്പോൾ ഒരു സാമ്പിൾ ഡീകേ ചെയ്യാനുള്ള സാധ്യത 50% ആണ്. ആറ്റം ഡീകേ ചെയ്താൽ ഗീഗർ കൗണ്ടർ അത് ഡിറ്റക്റ്റ് ചെയ്യും. അതിനോട് കണക്ട് ചെയ്തിരിക്കുന്ന ഹാമർ വിഷക്കുപ്പിയിൽ വീഴും, വിഷം പുറത്തു വരും, പൂച്ച ചാവും. ഇനി ആറ്റം ഡീകേ ചെയ്തില്ലെങ്കിൽ ഗീഗർ കൗണ്ടർ അത് ഡിറ്റക്റ്റ് ചെയ്യില്ല, അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഹാമർ വിഷക്കുപ്പിയിൽ വീഴില്ല, പൂച്ച ചാവില്ല. പെട്ടി തുറക്കുന്നതിന് മുമ്പ് പൂച്ച ജീവനോടെ ഉണ്ടോ മരിച്ചോ എന്ന് പറയാൻ കഴിയുമോ? രണ്ട് സാധ്യതകളും തുല്യമാണിവിടെ. പെട്ടി തുറക്കുമ്പോൾ മാത്രമാണ് പൂച്ച ജീവനോടെ ഉണ്ടോ എന്നോ മരിച്ചെന്നോ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. അപ്പോൾ പെട്ടി തുറക്കുന്നതിന് മുൻപുള്ള അവസ്ഥയെ ക്വാണ്ടം മെക്കാനിക്സിൽ സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റ് എന്നാണ് പറയുക, നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റിൽ
പൂച്ച ജീവനോടെ ഉണ്ടെന്നോ മരിച്ചെന്നോ പറയുന്നതിന് പകരം ഇത് രണ്ടിൻ്റെയും ഒരു മിക്സ്ചറാണ് എന്ന് നമുക്ക് പറയാം. മുൻപ് പാർട്ടിക്കിളിൻ്റെ കാര്യം പറഞ്ഞ അതേ ലോജിക്ക് ഉപയോഗിച്ചാൽ പൂച്ച ഒരേ സമയം രണ്ട് സ്റ്റേറ്റിലാണ്, എലൈവ്, ഡെഡ്. ക്വാണ്ടം ബിഹേവിയറിൻ്റെ സ്ട്രേഞ്ച്നെസ് ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമായില്ലേ? ഈ എക്സ്പെരിമെൻറ്റിന് ഒരുപാട് ഇൻ്റർപ്രിട്ടേഷൻസ് ഇതിനോടകം വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണം ഞാനിവിടെ പറയാം. കോപ്പൻഹാഗൻ ഇൻ്റർപ്രിട്ടേഷൻ, മെനി വേൾഡ് ഇൻ്റർപ്രിട്ടേഷൻ. ആദ്യം കോപ്പൻഹാഗൻ ഇൻ്റർപ്രിട്ടേഷൻ എന്താണെന്ന് പറയാം. നീൽസ് ബോറും ഹൈസൻബർഗും മുന്നോട്ട് വെച്ച ഒരു ക്വാണ്ടം മെക്കാനിക്കൽ എക്സ്പ്ലനേഷനാണിത്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി അറിയണം, വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി. പ്രകാശത്തിന് ഒരേ സമയം തരംഗ സ്വഭാവവും പാർട്ടിക്കിളിൻ്റെ സ്വഭാവവും കാണിക്കാൻ കഴിയും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് എക്സ്പെരിമെൻ്റലി ഉറപ്പുവരുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ പ്രകാശം ഒരേ സമയം വേവുമാണ് പാർട്ടിക്കിളുമാണ്. തരംഗമായി നമ്മൾ ആദ്യം മനസ്സിലാക്കിയ പ്രകാശത്തിന് പാർട്ടിക്കിൾ സ്വഭാവം ഉണ്ടെങ്കിൽ പാർട്ടിക്കിളായി നമ്മൾ മനസ്സിലാക്കിയ എല്ലാ വസ്തുക്കൾക്കും തരംഗ സ്വഭാവമുണ്ട്. അതാണ് വേവ് നേച്ചർ ഓഫ് മാറ്റർ പ്രപ്പോസ്ഡ് ബൈ ഡി ബ്രോഗ്ലി. മൂർത്തമായി നമ്മൾ കാണുന്ന വസ്തുക്കൾക്ക് നമ്മൾ ഉൾപ്പെടുന്നവയ്ക്ക് തരംഗ സ്വഭാവമോ? മറ്റൊരു വിചിത്ര ചിന്തയായി തോന്നുന്നുണ്ടോ? സത്യമാണ്. പക്ഷേ നമ്മൾ ഉൾപ്പെടുന്ന വസ്തുക്കൾക്ക് മാസ് വളരെ കൂടുതലായതുകൊണ്ട് ഈ തരംഗ സ്വഭാവം നമ്മൾക്ക് അനുഭവപ്പെടുന്നില്ല. നമുക്ക് മാത്രമല്ല, മൂർത്തമായി നമ്മൾ കാണുന്ന ഒരു വസ്തുക്കൾക്കും ഇത് നേരിട്ട് അനുഭവപ്പെടില്ല. എന്നാൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു ആറ്റത്തിൻ്റെ കാര്യത്തിലാണെങ്കിലോ, ഹൈഡ്രജൻ ആറ്റത്തിന് ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരേ സമയം പാർട്ടിക്കിളിൻ്റെ നേച്ചറും വേവ് നേച്ചറും എക്സിബിറ്റ് ചെയ്യാൻ കഴിയും. ഇതൊക്കെ കഴിയും എന്ന് ഞാൻ പറഞ്ഞതല്ല, ഇതിനൊക്കെ എക്സ്പെരിമെൻ്റൽ എവിഡൻസ് ഉള്ളതാണ്. ഇലക്ട്രോണിൻ്റെ ഈ നേച്ചറൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ പല ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഡിസൈൻ ചെയ്തിട്ടുള്ളത് പോലും. എന്തിനാണ് പാർട്ടിക്കിളിൻ്റെ ഈ വേവ് നേച്ചറിനെ പറ്റി പറഞ്ഞതെന്നല്ലേ? ഓരോ പാർട്ടിക്കിളിനെ അസോസിയേറ്റ് ചെയ്തും ഒരു യുണീക്കായ വേവ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു സിസ്റ്റത്തിൽ പാർട്ടിക്കിൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് ഈ വേവ് ഫംഗ്ഷൻ ഉള്ളത്. ഒരു പാർട്ടിക്കിളിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അതായത് അതിൻ്റെ വെലോസിറ്റി, പൊസിഷൻ, എനർജി, ഇവയൊക്കെ ഈ വേവ് ഫംഗ്ഷൻ സോൾവ് ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. വേവ് ഫംഗ്ഷൻ സോൾവ് ചെയ്യാനാണ് നമ്മൾ കേട്ടിട്ടുള്ള ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി പൂച്ചയുടെ കാര്യത്തിലേക്ക് വരാം. പൂച്ച ഒരേ സമയം രണ്ട് സ്റ്റേറ്റുകളിലാണ്, ഡെഡ്, എലൈവ്. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റുകളെയും റെപ്രസെൻ്റ് ചെയ്യുന്ന രണ്ട് ക്യാരക്ടറിസ്റ്റിക് വേവ് ഫംഗ്ഷനുകളാണ് സിസ്റ്റത്തിലുള്ളത്. നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതിന് മുൻപ് ഈ രണ്ട് സ്റ്റേറ്റുകളുടെയും സൂപ്പർ പൊസിഷനിലാണ് പൂച്ച, അതായത് രണ്ട് വേവ് ഫംഗ്ഷനുകളുടെയും സൂപ്പർ പൊസിഷനിലാണ്. നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ പൂച്ച സൂപ്പർ പൊസിഷൻ നഷ്ടപ്പെട്ട് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലേക്ക് മാറുന്നു. അപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ അതിൻ്റെ വേവ് ഫംഗ്ഷൻ, പൂച്ചയുടെ വേവ് ഫംഗ്ഷൻ സൂപ്പർ പൊസിഷൻ നഷ്ടപ്പെട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൻ്റെ വേവ് ഫംഗ്ഷനിലേക്ക് ചുരുങ്ങുന്നു. ഇതിനെ വേവ് ഫംഗ്ഷൻ കൊളാപ്സ് എന്നാണ് പറയുക. ഏറ്റവും യുക്തിസഹമായ ഇൻ്റർപ്രിട്ടേഷനാണിത്. നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഏതായാലും പൂച്ച പകുതി ജീവിച്ചതിൻ്റെയും പകുതി മരിച്ചതിൻ്റെയും സൂപ്പർ പൊസിഷനിൽ കാണാൻ കഴിയില്ലല്ലോ. ഈ ഇൻ്റർപ്രിട്ടേഷനാണ് കൂടുതലായും പഠന ആവശ്യങ്ങൾക്കായി നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇനി കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു ഇൻ്റർപ്രിട്ടേഷനാണ് മെനി വേൾഡ് ഇൻ്റർപ്രിട്ടേഷൻ. വേവ് ഫംഗ്ഷൻ കൊളാപ്സ് എന്നൊന്നും ഇവിടെയില്ല. അതായത് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ സിസ്റ്റം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിലേക്ക് ചുരുങ്ങി എന്നിവിടെ പറയില്ല. പകരം നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോഴും ഈ രണ്ട് സ്റ്റേറ്റുകളും നശിക്കാതെ നിലനിൽക്കുന്നു. പക്ഷെ നമ്മൾ അതിലൊന്നു മാത്രം കാണുന്നു. നമുക്ക് ഹിഡനായ മറ്റൊരു റിയാലിറ്റി പാരലലായി അവിടെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നു. ക്വാണ്ടം മെക്കാനിക്സ് പ്രകാരം അതിനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. കാരണം നമ്മുടെ പൂച്ച അപ്പോൾ ഒരു ക്വാണ്ടം സ്റ്റേറ്റിലാണ്. ഈ ഒരു ആശയം ഉപയോഗിച്ചാണ് മൾട്ടി യൂണിവേഴ്സ് തിയറികൾ ഫിക്ഷനിൽ ഉപയോഗിക്കുന്നത്. അത് വളരെ കൺവിൻസിംഗ് ആയി നമ്മളെ സിനിമകളിൽ അനുഭവിപ്പിക്കാറുമുണ്ട്. പൂച്ച മരിക്കാനും പൂച്ച ജീവിക്കാനുമുള്ള സാധ്യത തുല്യമാണെങ്കിൽ പൂച്ച മരിച്ച ലോകവും പൂച്ച ജീവിക്കുന്ന ലോകവും എക്സിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും തുല്യമാണ്. നിങ്ങൾ ആ സിസ്റ്റവുമായി കോണ്ടാക്റ്റിൽ വരുമ്പോൾ നിങ്ങളും ഈ ക്വാണ്ടം ബിഹേവിയറിൻ്റെ ഭാഗമാവുകയാണ്. നിങ്ങൾ കാണുന്ന ലോകത്ത് പൂച്ച മരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കാത്ത മറ്റൊരു ലോകത്ത് പൂച്ച ജീവിക്കുന്നുണ്ടാവും. ആ ലോകത്ത് പൂച്ചയെ നിങ്ങൾ കയ്യിലെടുത്ത് താലോലിക്കുന്നുണ്ടാവും. നിങ്ങൾ നിരന്തരം കാണുന്ന ഇടപഴകുന്ന ഈ ലോകത്തിന് ക്വാണ്ടം സ്വഭാവം കൽപ്പിച്ചു കൊടുത്താൽ നിങ്ങൾ നടത്തുന്ന ഓരോ ഒബ്സർവേഷനുകളും ഇങ്ങനെ അനന്ത സാധ്യതകളായി സ്പ്ലിറ്റ് ചെയ്യപ്പെടുകയാണ്. നമുക്ക് ചുറ്റും രൂപപ്പെടാൻ സാധ്യതകളുള്ള ലോകങ്ങളുടെ എണ്ണവും ഇൻഫിനിറ്റ് ആവുകയാണ്. അതിൽ നമ്മളുടെ തന്നെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വെർഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഒരിടത്ത് നിങ്ങൾ പുസ്തകം വായിക്കാൻ തീരുമാനിക്കുമ്പോൾ ഒരിടത്ത് നിങ്ങൾ മറ്റൊരു പ്രവൃത്തിയിൽ നിരതനാകുന്നു ഒരേ സമയം. വിചിത്രമാണല്ലേ? ഇനി ഷ്രോഡിഞ്ചർ ക്യാറ്റ് എക്സ്പെരിമെൻറ്റിനെ നമുക്കൊന്ന് പരിഷ്കരിക്കാം. ഞാൻ 2 പെട്ടികളിൽ 2 പൂച്ചകളെ വെച്ച് ഇതേ സെറ്റപ്പുകളെല്ലാം ചെയ്ത് പരീക്ഷണം ആവർത്തിക്കുന്നു. പരീക്ഷണ ഫലത്തിൽ എനിക്ക് 4 പോസിബിലിറ്റികൾ ഉണ്ടാവും. 2 പൂച്ചകളും ജീവിക്കാം, 2 പൂച്ചകളും മരിക്കാം, ആദ്യത്തെ പൂച്ച ജീവിക്കാം, രണ്ടാമത്തത് മരിക്കാം, രണ്ടാമത്തത് ജീവിക്കാം, ആദ്യത്തത് മരിക്കാം. ഇനി ഞാൻ സെറ്റപ്പ് ചെയ്യുന്ന ഈ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിൽ
2 പൂച്ചകളും ജീവിക്കാനും 2 പൂച്ചകളും മരിക്കാനുമുള്ള സാധ്യതകളെ ഞാൻ ഇറേസ് ചെയ്യുകയാണെന്ന് കരുതുക. അങ്ങനെ ഇറേസ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്റം ഒരു 2 സ്റ്റേറ്റ് സിസ്റ്റമായി മാറും. അതായത് ഒരു പൂച്ച ജീവിക്കുമ്പോൾ മറ്റൊന്ന് മരിക്കുന്നു. ഇതിനെയാണ് എൻറ്റാങ്കിൾമെൻറ്റ് എന്ന് പറയുന്നത്. ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു ഫിനോമിനനാണിത്. ഞാൻ 2 പൂച്ചകളെയും 2 പെട്ടികൾക്കുള്ളിലാക്കി ഒരു എൻറ്റാങ്കിൾഡ് സിസ്റ്റം നിർമ്മിച്ച് യൂണിവേഴ്സിൻ്റെ 2 എൻഡുകളിലേക്ക് അയക്കുകയാണ് എന്ന് വിചാരിക്കുക. ഒരിക്കലും കൂട്ടിമുട്ടാൻ സാധ്യതയില്ലാത്ത 2 എക്സ്ട്രീം ഓപ്പോസിറ്റ് എൻഡുകളിലേക്ക്. നമ്മുടെ എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കം ഇപ്പോഴും അതുതന്നെയാണ്. ഒരു പൂച്ച ജീവിക്കുമ്പോൾ മറ്റത് മരിച്ചിട്ടുണ്ടാവും. ഏത് പൂച്ച ജീവിച്ചു ഏത് പൂച്ച മരിച്ചു എന്നതിന് പ്രസക്തിയില്ല. ഒന്ന് ജീവിക്കുന്നെങ്കിൽ മറ്റത് മരിച്ചിരിക്കണം. ഒബ്സർവ് ചെയ്യുന്നതിന് മുൻപ് വരെ നമുക്കിതറിയില്ല. പ്രപഞ്ചത്തിൻ്റെ ഏതെങ്കിലും ഒരു അറ്റത്തുള്ള ഏതെങ്കിലും ഒരു ഗാലക്സിയിലെ ഏതെങ്കിലും ഒരു ഗ്രഹത്തിലെ ഏതെങ്കിലും ഒരാൾ ഈ പെട്ടി തുറന്നു നോക്കിയാൽ മറ്റേതോ അറ്റത്തുള്ള പെട്ടിയിലെ പൂച്ച ജീവിച്ചിട്ടുണ്ടോ മരിച്ചോ എന്ന് അയാൾക്ക് പറയാൻ സാധിക്കും. ഒരുപക്ഷെ ആ പെട്ടി മറ്റേതോ ഗാലക്സിയിലായിരിക്കാം. പെട്ടികൾ തമ്മിൽ ഒരു കണക്ഷനുമില്ലാതെ അവിടെ നടക്കുന്ന ഒരു ഇവൻറ്റിനെ നമുക്കിവിടെ ഇരുന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇഫ് ദ സിസ്റ്റംസ് ആർ എൻറ്റാങ്കിൾഡ്. പ്രകാശത്തിന് പോലും എത്തിപ്പെടാൻ ദിവസങ്ങൾ വേണ്ടിവരുന്ന ദൂരത്ത് നടക്കുന്ന ഒരു ഇവൻറ്റ് പോലും സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് ഇവിടെ ഇരുന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കും എന്നതാണ് എൻറ്റാങ്കിൾമെൻറ്റിൻ്റെ പ്രത്യേകത. ഇതിനെയാണ് ഐൻസ്റ്റൈൻ സ്പൂക്കി ആക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ് എന്ന് വിളിച്ചത്. ഇപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും എൻറ്റാങ്കിൾമെൻറ്റ് ഒരു തിയററ്റിക്കൽ കൺസെപ്റ്റ് മാത്രമാണെന്ന്. പക്ഷേ അല്ല, എൻറ്റാങ്കിൾമെൻറ്റ് ലബോറട്ടറിയിൽ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഫിനോമിനനാണ്. ഈ അടിസ്ഥാന കാര്യങ്ങളൊക്കെയാണ് പല സൈഫൈ മൂവികളിലും ഫിക്ഷണൽ മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനായി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. ബിഗ് ബാങ് മുതൽ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും പരസ്പരം കണക്റ്റഡ് ആണ് എന്ന വാദത്തെ ഒക്കെ സാധൂകരിക്കാൻ എൻറ്റാങ്കിൾമെൻറ്റ് ഉപയോഗിച്ച് കാണാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്വാണ്ടം റെലം എന്ന് പറയുന്നത് 100 നാനോമീറ്ററിലും താഴെ മാത്രം ഡയമെൻഷനുള്ള ചില പ്രത്യേക ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ്. 1 നാനോമീറ്റർ എന്ന് പറയുമ്പോൾ 1 മീറ്ററിനെ 1 എഴുതി 9 പൂജ്യമുള്ള സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന നമ്പറാണ്. അതിൻ്റെ സ്കെയിൽ എത്രമാത്രം ചെറുതാണെന്ന് ഊഹിക്കാമല്ലോ. ഈ മൈക്രോസ്കോപ്പിക് വേൾഡിൻ്റെ പ്രത്യേകതകളൊന്നുമല്ല നമ്മൾ നിരന്തരം കാണുന്ന ലോകത്തിനുള്ളത്. നമ്മൾ നിരന്തരം ഇൻട്രാക്ട് ചെയ്യുന്ന ലോകം ക്വാണ്ടം ബിഹേവിയർ കാണിക്കുന്നതല്ല എന്നർത്ഥം. ഷ്രോഡിഞ്ചർ തൻ്റെ പൂച്ചയെ ക്വാണ്ടൈസ് ചെയ്തത് ഈ ശാസ്ത്രശാഖയുടെ വിയേർഡ്നെസ് വ്യക്തമാക്കാനാണ്. ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് പോലും വളരെ ശ്രമകരമായ സെറ്റപ്പുകളിലൂടെ ലബോറട്ടറികളിൽ നമ്മൾ വളരെ ചെറിയ സ്കെയിലിൽ സൃഷ്ടിച്ചെടുക്കുന്നതാണ്. മൈക്രോസ്കോപ്പിക് വേൾഡിൻ്റെ ഈ പ്രത്യേകതകളൊക്കെ മാക്രോസ്കോപ്പിക് വേൾഡിൽ ആരോപിക്കപ്പെടുമ്പോഴാണ് ചില ത്രില്ലിംഗ് ആയ സൈഫൈ മൂവികൾ ഉണ്ടാവുന്നത്. ഈ ഒരു കണക്ഷൻ സൃഷ്ടിക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ ഇന്ന് ശാസ്ത്രലോകത്ത് നടക്കുന്നുണ്ട്. പക്ഷേ നിലവിലുള്ള ഫിസിക്സ് ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാകുന്ന 2 വേൾഡുകൾ തമ്മിലുള്ള എറ്റേണൽ കണക്ഷനുകളൊന്നും നിലവിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. നമുക്ക് കാത്തിരിക്കാമല്ലേ. ക്വാണ്ടം ഫിസിക്സിനെ പറ്റി നിങ്ങൾക്ക് ചില ധാരണകൾ വന്നുവെന്നും ചില തെറ്റിദ്ധാരണകൾ മാറിയെന്നും വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാവുന്ന വിഷയമല്ല ക്വാണ്ടം ഫിസിക്സ് എന്ന് മനസ്സിലാക്കുന്നു. ഇനിയും ഒരുപാട് പഠിക്കാനും അറിയാനും ഒക്കെയുള്ള ശാസ്ത്രശാഖയാണ്. ചില അടിസ്ഥാന വിവരങ്ങൾ നിങ്ങളോട് പങ്കുവെച്ചെന്ന് മാത്രം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താൻ മറക്കാതിരിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.